ഭാര്യയെ കൊന്ന് പ്രഷർ കുക്കറിൽ വേവിച്ച് തടാകത്തിൽ ഒഴുക്കി. റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. നമ്മളെ ഞടുക്കുന്ന സംഭവമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുൻ സൈനികനാണ് ഗുരുമൂർത്തി. ഹൈദരാബാദ് മീർപട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഇവർ താമസിക്കുന്നത്. കഴിഞ്ഞ 13 വർഷമായി ഭാര്യ ഭർത്താക്കന്മാരായി താമസിക്കുന്നു. 2 കുട്ടികളുണ്ട്. ഗുരുമൂർത്തി എന്ന മുൻ സൈനികന് 45 വയസ്സുണ്ട്. ഭാര്യ മാധവി സുന്ദരിയാണ്, അവർക്ക് 35 വയസ്സുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച അമ്മയും അല്ലെങ്കിൽ മാധവിയും മക്കളും അവരുടെ ബന്ധുവിൻ്റെ വീട്ടിലെവിടെ പോയി. അതിനെപ്പറ്റി ഭാര്യയും ഭർത്താവും ഗുരുമൂർത്തിയും മാധവിയും തമ്മിൽ വഴക്കായി. അത് കുടുംബകലഹമായി. ആ വഴക്കിന് ശേഷം ഭാര്യയെ മാധവിയെ കാണാനില്ല. മാധവിയുടെ വീട്ടുകാർക്ക് സംശയമായി. കാണാതെ അവർ തമ്മിൽ വഴക്കുണ്ടായ ദിവസം കുട്ടികൾ രണ്ട് കുട്ടികളും മാധവിയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. ആ സമയത്താണ് ഇതിനെപ്പറ്റി ചോദ്യം ഉണ്ടായത്. സുമുഖനായ പട്ടാളക്കാരനാണ്, 40 വയസ്സുണ്ട് ഗുരുമൂർത്തിക്ക്. ഗുരുമൂർത്തിയുടെ അടുത്ത് മാധവിയുടെ വീട്ടുകാർ ചോദിച്ചപ്പം അവൾ വീട് വിട്ട് പോയി, വഴക്കുണ്ടാക്കിയ ശേഷം ഇറങ്ങി പൊക്കളഞ്ഞു എന്ന് പറഞ്ഞു. വീട്ടുകാർക്ക് ചില കാര്യത്തിൽ സംശയമായി. അവര് ഹൈദരാബാദ് മീർപട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 2 ദിവസമായി മകളെ കാണാനില്ല. പോലീസ് അയാളെ വിളിച്ചു ചോദിച്ചപ്പോഴും പോലീസിന്റെ നേരത്തെ വീട്ടുകാരോട് പറഞ്ഞതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള വിവരങ്ങളാണ് പോലീസിലേക്ക് പോകുന്നത്. അവൾ എവിടെ പോയെന്ന് അറിയത്തില്ല, തമ്മിൽ വഴക്കുണ്ടായി, അവൾ വീട് വിട്ട് പോയി. പക്ഷേ പലതും പൊരുത്തപ്പെടുന്നില്ല. ഏതായാലും പട്ടാളക്കാരനെ അവര് ഹൈദരാബാദ് മീർപട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അയാൾ കോൺട്രഡിക്ടറി ആയ കാര്യങ്ങൾ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. നിവൃത്തിയില്ലാതെ കുറ്റം സമ്മതിച്ചതായിട്ടാണ് അറിയുന്നത്. കാരണം താൻ ഭാര്യയെ കൊന്നിട്ട് ശുചിമുറി കൊണ്ടുപോയി അവിടെ ഇട്ട് കഷ്ണമാക്കി. ഓരോ മാംസവും ചെറിയ എല്ലും കഷ്ണവും പ്രഷർ കുക്കറിട്ട് വേവിച്ചു. അപ്പോൾ പുറത്തെടുത്തു. വലിയ എല്ലുകളെല്ലാം വീണ്ടും വെട്ടി മുറിച്ചു. ഉരലിലിട്ട് എല്ല് ഇടിച്ചു പൊടിയാക്കി. അവയെല്ലാം വേവിച്ചു. പിന്നീട് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി. അതിനുശേഷം ഭാര്യയുടെ ഈ ചെറു കഷ്ണങ്ങളെല്ലാം മീർപട്ട് തടാകത്തിൽ കൊണ്ട് എറിഞ്ഞു എന്ന് പറയുന്നു. ഏതായാലും പോലീസ് 2 ദിവസമായിട്ട് തടാകവും പരിസരവും നോക്കി. അതിന് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. തടാകത്തിലെ മനുഷ്യ ശരീരം വേവിച്ചു, എല്ലുകളൊക്കെ പൊട്ടിച്ചു, ഇടിച്ചു, ഉരലിട്ട് ഇടിച്ച് പൊടിയാക്കി തടാകത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മീൻ എല്ലാം അത് വെട്ടി തിന്നുകളയും. ചെറിയ എല്ലും കഷ്ണവും വെട്ടി വലിയ മീനുകൾ തിന്നും. തടാകത്തിൽ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും കൊണ്ടുപോയ പാക്കറ്റ് തടാകത്തിൽ നിന്ന് ലഭിക്കുമോ ഇല്ലയോ എന്നറിയില്ല. ആ പാക്കറ്റുകൾ ലഭിച്ചാൽ അതിനകത്ത് നിന്ന് ബ്ലഡ് സ്റ്റെയിൻസ് കാണാം, DNA എടുക്കാം. പോലീസ് ആ രീതിയിലേക്ക് നീങ്ങും എന്ന് തോന്നുന്നു. തടാകവും പരിസരവും പോലീസ് നായയെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ഏതെങ്കിലും അംശം ഉണ്ടെങ്കിൽ പട്ടി അത് ഇൻഡിക്കേഷൻ കൊടുക്കും. എന്തായാലും രാജ്യത്തെ ഞെട്ടിച്ചൊരു വാർത്ത തന്നെയാണ്. കാരണം ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് ഭാര്യയെ കൊന്നിട്ട് കഷ്ണങ്ങളാക്കി വേവിക്കുക, എന്നിട്ട് വീണ്ടും വേവിക്കുക, വലിയ എല്ലുകളെല്ലാം മുറിച്ചത് വീണ്ടും ഇടിച്ച് പൊടിയാക്കുക. മീൻ ഭക്ഷിക്കാൻ വളരെ എളുപ്പമാണ്, അവശിഷ്ടങ്ങളൊന്നും കാണില്ല. മേൻ മിസ്സിങ്ങിൽ തന്നെ പോലീസ് കേസെടുത്ത് നിൽക്കേണ്ടി വരും. എങ്ങനെയാണ് കോർപ്പസ് ഡിലിറ്റി എന്ന് കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള സാധ്യത വളരെ വിരളമായിട്ട് ഇതിനകത്ത് തോന്നുന്നുണ്ട്. എന്തായാലും പോലീസ് തടാകത്തിൻ്റെ കരകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും മനുഷ്യ ശരീരത്തിൻ്റെ അംശങ്ങൾ, എന്തെങ്കിലും സാധനം വീണ് കിടപ്പുണ്ടെങ്കിൽ അത് കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. പോലീസ് നായയുടെ സഹായവും ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ വരെ ഒന്നും അവിടെ ലഭിച്ചിട്ടില്ല. ഇയാൾ പറഞ്ഞ മൊഴി ശരിയാണോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും പോലീസ് ആ ശുചിമുറിക്കകം പരിശോധിച്ചിട്ടുണ്ടാവണം. അവിടെ
ബ്ലഡിൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊലപാതകം തന്നെ. അത് പറഞ്ഞ കൺഫെഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അത് ട്രൂ ആണെങ്കിൽ തെളിവ് നിയമം അനുസരിച്ച് ചില കാര്യങ്ങൾ റിക്കവർ ചെയ്യണം. ശരീരത്തിൻ്റെ ഏതെങ്കിലും അംശം, മുടിയോ എല്ലും കഷ്ണമോ മാംസമോ എന്തെങ്കിലും ലഭിക്കണം. അത് DNA പരിശോധനയ്ക്ക് വിധേയമാക്കി ഇവരുടേതെന്ന് സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കേസിനകത്ത് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. 2 കുട്ടികൾ മാധവിയുടെ സഹോദരൻ്റെ വീട്ടിലായിട്ട് അവർക്ക് ഇതേപ്പറ്റി ഒന്നും പറയാനില്ല. പക്ഷേ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അന്നേ ദിവസം കുട്ടികളെ പറഞ്ഞു വിടുന്നതിൻ്റെ രാത്രിയിലോ അന്നേ പിറ്റേ ദിവസമോ ആ വീട്ടിൽ വഴക്കുണ്ടായോ? കുട്ടികൾ അത് വീട്ടിൽ ചെന്ന് മാധവിയുടെ സഹോദരിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ധാരാളം കാര്യങ്ങൾ പോലീസിന് അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതൊരു കൊലപാതകമായി പോലീസിന് കണ്ടെത്താൻ കഴിയുള്ളൂ. ഏതായാലും കൊന്ന മാധവിയുടെ ഏതെങ്കിലും ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടാതെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഹെയറോ ഏതെങ്കിലും കുളത്തിൻ്റെ കരയിൽ നിന്ന് ലഭിക്കാതെ ഇതിനകത്തൊരു പ്രോഗ്രസ് ഉണ്ടാകില്ല. മീർപ്പെട്ട് തടാകം പോലീസ് അരിച്ചു പെറുക്കുകയാണ്. എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഇയാളുടെ മൊഴി ഇപ്പോൾ പോലീസ് വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ശുചിമുറിയിലെ ബ്ലഡ് സ്റ്റെയിൻ്റെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.